ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ അധീര ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഇന്നെന്ന് പറയുന്നത് ഈ വീഡിയോ എടുത്ത ദിവസം അതൊരു സൺഡേ ആയിരുന്നു, നവംബർ 10th. അപ്പോൾ അന്നാണ് നാൾ വന്നത്. അപ്പോൾ അന്നൊരു സൺഡേ കാരണം അന്ന് തന്നെ നമ്മൾ ഫങ്ഷനും വെച്ചു. ആക്ച്വലി അവൻ്റെ ബർത്ത് ഡേറ്റ് വരുന്നത് 24/10/2023 ആണ്. ഒക്ടോബറിലാണ് അവൻ്റെ ബർത്ത് ഡേറ്റ്. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ നാളിൻ്റെ അന്ന് ഒരു സൺഡേ ആയ കാരണം അന്ന് തന്നെ നമ്മൾ ഫങ്ഷനും വെച്ചു. അപ്പോൾ ഇതാ നമ്മുടെ അധീര ബേബി രാവിലെ തന്നെ അവന് നമ്മൾ ചോറ് കൊടുത്തു. ഇലയിട്ട് വിളക്ക് വെച്ച് ചോറ് കൊടുക്കുമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഫങ്ഷൻ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു, പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അവന് ഇലയിട്ട് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ രാവിലെ അവനൊരു വെള്ള മുണ്ടും പിന്നെ ഈ ഒരു കുർത്ത ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് കേട്ടോ. ഒരു ഗ്രീൻ കളർ കുർത്തയും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതാണ് കേട്ടോ ഇട്ടത്. അത് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏട്ടനും ചേച്ചിയൊക്കെ അവന് ഫുഡ് എടുത്തിട്ട് വയലിൽ വെച്ച് കൊടുക്കുകയാണ്. ആദ്യമായിട്ടാണല്ലോ അവൻ ഇല ഇട്ടിട്ട് ഫുഡ് കഴിക്കണം. പിറന്നാളിൻ്റെ അന്നാണല്ലോ നമ്മളങ്ങനെ ചെയ്യുക. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും അച്ഛമ്മയും കൂടി രാവിലെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫങ്ഷൻ ഒരു 11 മണിക്കൊക്കെയാണ് സ്റ്റാർട്ടായെങ്കിലും ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ അറ്റയർ. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് ഈ ഇതൊക്കെ സെലക്ട് ചെയ്തത്. പക്ഷെ കുറേ പേർക്കൊക്കെ ഇഷ്ടമായി, പക്ഷെ കുറേ പേർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കളറിൻ്റെ ഒരു കോൺട്രാക്ഷൻ വന്നത് കുറച്ച് ഇതായി പറഞ്ഞു. ഒന്നും കൂടി ഡാർക്ക് കളർ എടുക്കായിരുന്നു ഡ്രസ്സ്, ഷോൾ വൈറ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അപ്പത്തെ ഒരു മൈൻഡിൽ അങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു ധാവണിയില്ല, അല്ലാത്തൊരു വേറൊരു മോഡൽ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അധീരയുടെ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. കുറച്ച് ആ ഒരു ഡ്രസ്സിൽ ആ ഒരു കോട്ടും വൈറ്റ് ടീഷർട്ടൊക്കെയാണ് ആ ഉള്ളിലിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു തക്കുടു ബേബി തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ. പിന്നെ ചേച്ചി ഒരു ഫ്രോക്കാണ്, ഒരു സ്കൈ ബ്ലൂ കളർ ഫ്രോക്ക്. ഇതെൻ്റെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അത് അഞ്ജന ചേച്ചി, ആതിര ചേച്ചി, പിന്നെ സുകന്യേച്ചി. ഞാൻ അഞ്ജനേച്ചിനായിട്ട് ഭയങ്കര കമ്പനിയായിട്ടോ. മറ്റവരായിട്ടും കമ്പനിയാണ്, പക്ഷേ എനിക്ക് കൂടുതലും ഞാൻ അഞ്ജനേച്ചിനായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെക്കോർ ഉണ്ടായിരുന്നു. ഒരു മിനിമലായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് പണി തന്നത് എന്താണെങ്കിൽ സ്റ്റേജിൽ കൂളർ വെച്ചത് കത്തിപ്പോയി. അത് കുറച്ച് നേരം ഒരു പ്രശ്നമായി. പിന്നെ അവർ വേറെ കൂളർ അവിടെ റീപ്ലേസ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്നെയൊക്കെ ആങ്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ആങ്കറൊക്കെ എന്നെയൊക്കെ ഇങ്ങനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അതൊക്കെ. അപ്പോൾ നമ്മുടെ ഫാമിലി കേക്ക് കട്ടിങ്ങിന് മുന്നേ ഫാമിലീസിനൊക്കെ വിളിച്ചു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ പാട്ടൊക്കെ വയ്ക്കുമ്പോൾ അധീര കൈയായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുമായിരുന്നു. അവൻ പാട്ട് വെച്ച അപ്പോൾ ഡാൻസ് കളിക്കും കൈയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വിഷ്വൽസിലൊക്കെ കാണാം കേട്ടോ. അവൻ ഇങ്ങനെ കൈയായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അവൻ നല്ല സുന്ദരക്കുട്ടപ്പനായി തന്നെ നിന്നു. അത്ര വാശിയൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. ചേട്ടൻ്റെ ഫാമിലി, പിന്നെ ഞാനും അച്ഛനും അമ്മയൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഫാമിലി ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഫാമിലി ഫോട്ടോ സെക്ഷൻ. അപ്പോൾ പിന്നെ ചൂട് കാരണം ആൾ കുറച്ച് പെശകാവാൻ തുടങ്ങി കണ്ടു. ഏട്ടൻ്റെ ഷർട്ടൊക്കെ ഭയങ്കരമായിട്ട് നനഞ്ഞു. അത് നമുക്ക് കൂളർ പണി തന്നതാണ് ആ ഒരു സമയത്ത്. പിന്നെ അവർ വേറെ കൂളർ മാറ്റി വെച്ചു. കുറച്ച് നേരം ഒരു പ്രശ്നം ഉണ്ടായി, ബാക്കിയൊക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ കസിൻസും ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും അത്ര അങ്ങോട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് നടക്കണമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ കൂടി എടുത്തത്. അപ്പോൾ ഇങ്ങനെ കുറേ ലിറ്റിൽ ബിറ്റ് ഷോർട്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഈ വ്ളോഗ് എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എനിക്ക് വ്ളോഗ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞ് ഇത് നോക്കുമ്പോൾ ഇത് ഒരു സൂപ്പർ മെമ്മറി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഡെസേർട്ടാണ്. കേക്ക്, പിന്നെ ടെൻഡർ കോക്കനട്ട് ഡെസേർട്ട്, ജിലേബി, ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ കസിനാട്ടോ, ഒരു കസിനാണ്. പിന്നെ ഇതെൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കും എനിക്ക് നല്ലപോലെ വീഡിയോ ഒന്നും എടുത്തു തരാൻ വേണ്ടി പറ്റില്ല. എൻ്റെ ഒരു ബെസ്റ്റ് കസിനുണ്ട്, എൻ്റെ ഫേവറേറ്റ്. അവളച്ചങ്ങ് വൈകുന്നേരമാണ് വന്നത്. അവളുണ്ടെങ്കിലും എനിക്ക് എടുത്ത് തരുന്നില്ല നല്ലപോലെ. എന്നാലും അവരുടെ കയ്യിലൊക്കെ കൊടുക്കായിരുന്നു, പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഇത് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് അധീരയുടെ കോട്ടും സ്യൂട്ടൊക്കെ ഊരി ഒന്ന് റിലാക്സ് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ
ക്യാമറ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് നവനീത്, എൻ്റെ ഫ്രണ്ടും വേറൊരു ചേട്ടനും. അപ്പോൾ അവൻ എനിക്ക് കുറച്ച് റീല് പോലെയൊക്കെ എടുത്ത് തന്നു കേട്ടോ. കറങ്ങി കറങ്ങി എനിക്ക് വയ്യാതെ, എത്ര കറങ്ങില്ല ഞാൻ കറങ്ങിയത് എനിക്കെന്നെ അറിയില്ല, അത്രയും നേരം എന്നിട്ട് കറക്കിണ്ടവർ. എന്നാലും എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട്, നല്ലൊരു ഷോർട്ട് വീഡിയോ അവൻ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ എൻ്റെ ഷോർട്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് അത് കാണണം കേട്ടോ. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അധീരനെ കണ്ടത് ഈ ബ്ലാക്ക് ഷർട്ടായിട്ട് വൈറ്റ് മുണ്ടിലാണ് പിന്നെ നമ്മുടെ അധീര പ്രത്യക്ഷപ്പെട്ടത്. നല്ല ലുക്കായിരുന്നു കേട്ടോ, നല്ല നമ്മുടെ പ്രേമം മോഡലില്ലേ അതുപോലെ അവൻ വന്നിട്ടുണ്ടായിരുന്നത്, ബ്ലാക്ക് ഷർട്ട് വൈറ്റ് മുണ്ടൊക്കെ. അപ്പോൾ ഈ സൈക്കിൾ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് കേട്ടോ അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. ഇപ്പോൾ ഫുൾ ടൈം ആൾ അതിലാണ്, എത്ര കാലം അതിലുണ്ടാവുകയാണാവോ, പുതിയതായ കാരണം കുറച്ച് കാലമൊക്കെ അതിൽ നടക്കിയിരിക്കും. പിന്നെ അതിൽ ഭയങ്കര സേഫ്റ്റിയാണ്, അവൻ വീണ് പോകുന്നില്ല. അപ്പോൾ ഫുൾ ടൈം അവൻ അതിലാണ് പിടിക്കണത്. ഇതാണ് എൻ്റെ കസിൻ വന്നത്, പിന്നെ എൻ്റെ ബെസ്റ്റ് കസിൻ. ബെസ്റ്റ് കസിൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഇവളായിട്ട് ഭയങ്കര കസിൻസിൽ ഞാൻ ഇവളേനായിട്ട് ഭയങ്കര കമ്പനിയാണ്. എൻ്റെ 2-3 വയസ്സ് മൂത്തതാണെങ്കിലും ഞാൻ ഡി എന്നൊക്കെയാണ് വിളിക്കുള്ളൂ, നമ്മൾ തമ്മിലുള്ള ബന്ധം അതാണല്ലോ. അപ്പോൾ അവൾക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടാകും, അത് കഴിഞ്ഞിട്ടാണ് അവൾ വന്നത്. അപ്പോൾ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ അവളുടെ ഒരു മെറ്റീരിയൽ. അപ്പോൾ അധീര ബേബിക്ക് വേണ്ടി അവൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ അത്, ഒരു ഫോട്ടോ ഫ്രെയിമാണ് കൊണ്ടുവന്നത്. ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുവരെ ആരും കൊണ്ടുവരാത്ത, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് കേട്ടോ അവൾ കൊണ്ടുവന്നത്. അപ്പോൾ അമ്മുയിച്ച് തന്നെ അത് അൺബോക്സ് ചെയ്തു. നമ്മുടെ അധീര ബേബിയുടെ 12 മാസമുള്ള ഫോട്ടോസിൻ്റെ അവൻ്റെ തല മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ 1 മന്ത് 2 മന്ത് 3 മന്ത് അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു വെറൈറ്റി ഗിഫ്റ്റായിട്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈവനിങ് നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ജാതകം വായിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നു. വന്നിട്ടാണ് അത് ചെയ്യാം, ജാതകം വായിക്കൽ. അപ്പോൾ ആൾക്ക് രാവിലെ വരാൻ വേണ്ടി പറ്റിയില്ല, അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടി വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആ ഒരു ഫംഗ്ഷനും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആൾ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അവസാനം ആൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പായൊക്കെ ഇട്ട് എല്ലാവരും പായയിലൊക്കെ ഇരുന്നു. കുറേ പേര് കസേര അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജാതകം വായിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്, അത് കേൾക്കാനൊക്കെ രസമാണ്. പിന്നെ കുറേ കേട്ടാൽ ബോറടിക്കും. അപ്പം ഞാൻ കുറച്ച് നേരം കേട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഞാൻ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തതാണ്. അധീര എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ അച്ചാച്ചൻ്റെ ഓക്കത്ത് നടന്നിട്ട് കേട്ടോ. അപ്പോൾ ആൾ വന്നിട്ട് ജാതകം വായിക്കാനുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ കേട്ടിരുന്നു. പിന്നെ എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങി. ഒരു 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു അത്. അപ്പോൾ ഞാൻ അവളോട് എനിക്ക് പൊട്ടില്ലാത്തപ്പോൾ എന്തോപോലെ തോന്നി. അപ്പോൾ ഞാൻ ആ പൊട്ടൊക്കെ വെച്ച് തരാൻ വേണ്ടി പറയുകയാണ്. പൊട്ട് വെച്ചപ്പോൾ നല്ല രസമായിട്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അധീര ബേബിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ വിശേഷങ്ങൾ. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട്, പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ അത്ര പെർഫെക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ എന്നോട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ജാതകം വായിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ആൾക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അത് അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ വേറെ പീസ് കേക്ക് കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് എല്ലാവർക്കും കൊടുത്തത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് അതൊക്കെ കഴിക്കാമെന്ന് വെച്ചിരുന്നു. നല്ല കേക്കായിരുന്നു, ബ്ലാക്ക് ചോക്ലേറ്റും പിന്നെ മറ്റേ വൈറ്റ് ആ ഒരു സംഭവം കോമ്പിനേഷനായിട്ടുള്ള കേക്കായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തൊക്കെ ഭയങ്കര ഫുഡ് കളറാട്ടോ, അതൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല. അതിനുശേഷം നമ്മൾക്ക് അധീരയ്ക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഓരോന്ന് അൺബോക്സ് ചെയ്തു. അപ്പോൾ കൂടുതലും ടോയ്സാണ് അവന് കിട്ടിയിരിക്കുന്നത്. ഈ ലോറി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലോറി അവന് കിട്ടിയതാട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അവന് ഓടിച്ച് കാണിച്ചു കൊടുക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് എൻ്റെ ചേച്ചി, പിന്നെ വിശാഖ ചേച്ചി. പിന്നെ നമ്മൾ പോന്നു കേട്ടോ, വീട്ടിലേക്ക് പോന്നു. നൈറ്റ് ആയപ്പോൾ പോന്നു. ഞാൻ വണ്ടിയിൽ കയറി വീഡിയോ എടുക്കാൻ നോക്കുക, അപ്പോൾ ലേറ്റ് ഇല്ല. അപ്പോൾ എനിക്ക് ലേറ്റ് ഇട്ട് തന്നു കേട്ടോ. നീ എന്താ കാട്ടണ്, ലേറ്റ് ഇല്ലാതെ വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് ലേറ്റൊക്കെ ഇട്ട് തന്നു. അപ്പോൾ വരണ വഴിയിൽ നമ്മുടെ കുന്നംകുളത്ത് ഗുണാക്കേവ് സർക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഷോട്ടൊന്നും എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അധീര ബേബിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.